മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ 9ാമത്തെ ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മളെടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 2ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികൾ നക്ഷത്രം കണ്ടുകൊണ്ട് ഈശോ ജനിച്ചു എന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കാനായിട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നക്ഷത്രത്തിൻ്റെ പ്രകാശധോരണിയെ അവർ അനുഗമിച്ചപ്പോൾ തെറ്റാതെ അവർ ഈശോയുടെ അടുത്ത് എത്തുകയാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശമാണ് അവരെ തെറ്റാത്ത വഴിയിലൂടെ ഈശോയുടെ അരികിലേക്ക് എത്തിച്ചത് എങ്കിൽ നമ്മിലെ പ്രകാശം, വിശുദ്ധിയുടെ പ്രകാശം നമ്മെ ദൈവത്തിൻ്റെ അരികിലെത്തിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. വിശുദ്ധിയുടെ പ്രകാശം നിന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ വഴികളിൽ, അധ്വാനങ്ങളിൽ, വാക്കിൽ, പ്രവർത്തികളിൽ, ചിന്തകളിൽ, വികാരങ്ങളിൽ, വിചാരങ്ങളിൽ ഈ വിശുദ്ധി തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ നീ തെറ്റാത്ത വഴിയിലൂടെ ദൈവത്തിൻ്റെ അരികിലെത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. വിശുദ്ധിയുടെ പ്രകാശം ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തെ കാണാനായിട്ട് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്നിലെ പ്രകാശം, വിശുദ്ധിയുടെ പ്രകാശം എപ്പോഴും തെളിഞ്ഞു നിൽക്കട്ടെ. ഈ ദിവസം നീ പരിശോധിച്ച് നോക്കുക, നിൻ്റെ ജീവിതത്തിൽ ഏതു മേഖലയിലാണ് വിശുദ്ധിയുടെ പ്രകാശം കെട്ടുപോയിരിക്കുന്നത്. ആ മേഖലയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ പ്രകാശം നിന്നിൽ തെളിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നല്ലൊരു കുമ്പസാരം നടത്തി നിന്നിലെ കുറവുകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പ്രകാശം എപ്പോഴും എന്നിൽ തെളിഞ്ഞു നിൽക്കുവാൻ ഇടയാകണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്നെല്ലാ അസ്വസ്ഥതകളും മാറട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ. ദുഷ്ടതയുടെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മയുടെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.